ഹായ് ഓൾ, വരാനിരിക്കുന്ന KCB സബ് എഞ്ചിനീയർ എക്സാമിന് എങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം? കേരള PSC ഈ എക്സാമിന്റെ സിലബസ് പബ്ലിഷ് ചെയ്യാത്തതിനാൽ മുൻ സബ് എഞ്ചിനീയർ എക്സാമിന്റെ സിലബസ് വെച്ച് വേണം നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങാനായിട്ട്. ഏതൊരു എക്സാമിന് തയ്യാറെടുക്കുമ്പോഴും അതിന്റെ സിലബസിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഴയ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതെന്ന് നമുക്ക് നോക്കാം. 12 സബ്ജക്റ്റുകളായിരുന്നു പഴയ സിലബസിൽ ഉണ്ടായിരുന്നത്. അതിന് നമുക്ക് ഇലക്ട്രിക്കൽ സബ്ജക്ട് എന്നും ഇലക്ട്രോണിക് സബ്ജക്റ്റും എന്ന് തിരിക്കാം. ഇലക്ട്രിക്കൽ സബ്ജക്റ്റിൽ പഠിക്കാനുണ്ടായിരുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസം, AC ഫണ്ടമെന്റൽസ്, ഡിസൈൻ, എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ്, യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ, DC മെഷീൻസ്, പവർ സിസ്റ്റം, AC മെഷീൻ, ഇലക്ട്രിക്കൽ മെഷർമെന്റ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. ഇലക്ട്രോണിക് സബ്ജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ബേസിക് ഇലക്ട്രോണിക്സ്, അനലോഗ് ഇലക്ട്രോണിക്സ് ആൻഡ് പവർ ഇലക്ട്രോണിക്സ്. ഓരോ സബ്ജക്റ്റുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ അതിന്റെ അകത്ത് സബ് സബ്ജക്റ്റുകളും വരുന്നുണ്ട്. ഉദാഹരണം, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുമ്പോൾ ആ ഒരു സബ്ജക്റ്റിന് 2 പാർട്ടായിട്ടാണ് സിലബസിൽ തന്നിട്ടുള്ളത്. DC സർക്യൂട്ടിന്റെ ഒരു പാർട്ടും അതുപോലെ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്കിന്റെ മറ്റൊരു പാർട്ടും. DC സർക്യൂട്ടിന്റെ പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, അതുപോലെ ഡെഫിനിഷൻ ആൻഡ് ലോസ്, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്, ഓംസ് ലോ എന്നിവയാണ്. ഇനി സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് സബ്ജക്റ്റിൽ വരുന്നതാണ് നെറ്റ്വർക്ക് തിയറംസ്, അതായത് കിർച്ചോഫ്സ് ലോ, സൂപ്പർ പൊസിഷൻ തിയറം, തെവനൻസ് തിയറം, നോർട്ടൺസ് തിയറം എന്നിവ. രണ്ടാമത് വരുന്ന സബ്ജക്റ്റ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസം. ഈ ഒരു സബ്ജക്റ്റിനെ 3 പാർട്ടുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ വരുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ആ ഒരു പാർട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടേമുകൾ പഠിക്കാനുണ്ട്, അതുപോലെ നമുക്ക് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്, ആ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ് കപ്പാസിറ്റർ, കപ്പാസിറ്റൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ്. ഇതെല്ലാമാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ഇനി സെക്കൻഡ് പാർട്ടിലോട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ വരുന്നതാണ് സെൽസ് ആൻഡ് ബാറ്ററി. അവിടെ നമുക്ക് ഡിഫറെന്റ് സെല്ലുകൾ ലൈക്ക് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽസ്, അതുപോലെ ലെഡ് ആസിഡ്, ആൽക്കലൈൻ സെൽ, ഇതൊക്കെ PSCയുടെ തന്നെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കുകളാണ്. മൂന്നാമത്തെ പാർട്ടായിട്ട് നമുക്ക് ഈ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത് മാഗ്നറ്റിക്സ് ആണ്. അവിടെ നമുക്ക് ഒരുപാട് ഡെഫിനേഷനുകൾ പഠിക്കാനുണ്ട്, അതുപോലെ BH കർവ്, കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെ പറ്റി, കമ്പാരിസൺ ഓഫ് മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് സർക്യൂട്ട്, ഫാരഡേസ് ലോ. മൂന്നാമതായിട്ട് വരുന്ന സബ്ജക്ട് AC ഫണ്ടമെന്റൽസ്. AC സർക്യൂട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ടോപ്പിക്കുകളും ഈ AC ഫണ്ടമെന്റൽസിലാണ് തന്നിട്ടുള്ളത്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്കുകളെ ഞാൻ 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാണ്. ഒന്നാമത് വരുന്നത് AC റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസ് ആൻഡ് ഡെഫിനിഷൻസ്. രണ്ടാമത് വരുന്നത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. മൂന്നാമത് വരുന്നത് 3 ഫേസ് പവർ. 3 ഫേസ് പവർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഈ ഓരോ ടോപ്പിക്കുകൾ ഞാൻ എടുത്തു പറയുന്നില്ല. ഇത് PDF ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്ത സബ്ജക്റ്റ് ആണ് ഡിസൈൻ, എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ്. ഈ ഒരു സബ്ജക്റ്റിൽ വരുന്ന പാർട്ടുകൾ, ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രാക്ടിക്കൽ കൺസെപ്റ്റ് ആണ്. അതായത് ഡൊമസ്റ്റിക് വയറിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറെ ടേമുകൾ ഡിഫറെന്റ് പ്രാക്ടിക്കൽ കേസസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വയറിംഗ് സിസ്റ്റംസ് ആണ്. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇല്ലൂമിനേഷൻ ആണ്. ഈ ഇല്ലൂമിനേഷൻ റിലേറ്റ് ചെയ്ത ടേമുകൾ ഉണ്ടാവും, കൂടാണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാമ്പുകളും പഠിക്കാനുണ്ട്. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് എർത്തിങ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എർത്തിങ് ലൈക്ക് പൈപ്പ് എർത്തിങ്, റോഡ് എർത്തിങ് ഒക്കെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്, അതിന്റെ സ്പെസിഫിക്കേഷൻസും. ലാസ്റ്റ് പാർട്ടിൽ വരുന്നതാണ് ഓവർ ഹെഡ് ലൈൻസ്, അതുപോലെ സബ്സ്റ്റേഷൻ ഡിസൈനിങ്ങും ടേമുകളും. നെക്സ്റ്റ് സബ്ജക്ട് യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ ആണ്. അവിടെ ഇലക്ട്രിക്കൽ, ഹീറ്റിംഗ്, വെൽഡിംഗ്, ട്രാക്ഷൻ, ഈ 3 3 പാർട്ടുകളായി വരുന്നത്. ഇനി മെഷീൻ സബ്ജക്ട് എടുക്കുമ്പോൾ മെഷീൻസ് DC മെഷീൻസും AC മെഷീൻസും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. DC മെഷീൻസിൽ ജനറേറ്ററും മോട്ടറും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി സിലബസിൽ പറയുന്ന നെക്സ്റ്റ് സബ്ജക്ട് പവർ സിസ്റ്റം ആണ്. പവർ സിസ്റ്റത്തിലെ ഫസ്റ്റ് പാർട്ടായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ജനറേഷൻ ആണ്. ജനറേഷനിലെ കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് ട്രാൻസ്മിഷൻ ഉണ്ട്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഈ 3 ടോപ്പിക്കുകൾ കഴിഞ്ഞാൽ പവർ സിസ്റ്റത്തിൽ നമുക്ക് നോക്കാനുള്ളതാണ് സ്വിച്ച് ഗിയർ ആൻഡ് പ്രൊട്ടക്ഷൻ. നെക്സ്റ്റ് സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് AC മെഷീൻസ് ആണ്. AC മെഷീൻസ് നമുക്ക് 4 പാർട്ടായിട്ട് തിരിക്കാം. ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്ഫോമർ ആണ്. സെക്കൻഡ് പാർട്ടിൽ ഓൾട്ടർനേറ്റർ, തേർഡ് പാർട്ടായിട്ട് വരുന്നത് ഇൻഡക്ഷൻ മോട്ടർ, ഫോർത്ത് പാർട്ടിൽ വരുന്നത് സിൻക്രണസ് മോട്ടർ.
അടുത്ത സബ്ജക്ട് ഇലക്ട്രിക്കൽ മെഷർമെന്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ആ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രോണിക് സബ്ജക്റ്റുകളാണ്. അതിൽ മെയിൻ വരുന്നതാണ് ബേസിക് ഇലക്ട്രോണിക്സ്. ബേസിക് ഇലക്ട്രോണിക്സിൽ ബേസിക് ഇലക്ട്രോണിക് ഡിവൈസസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. കൂടാണ്ട് ഇലക്ട്രോണിക് ഡിവൈസസും പവർ ഡിവൈസസും ആ ഒരു മൊഡ്യൂളിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്ത സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് അനലോഗ് ഇലക്ട്രോണിക്സ് ആണ്. അനലോഗ് ഇലക്ട്രോണിക്സിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഓസിലേറ്റേഴ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, ആംപ്ലിഫയേഴ്സ്, അതുപോലെ അതിന്റെ നെക്സ്റ്റ് ഹാഫ് ആയിട്ട് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. അനലോഗ് ഇലക്ട്രോണിക് സബ്ജക്റ്റിന്റെ അണ്ടറിൽ തന്നെയാണ് അവർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ ടോപ്പിക്കുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് പവർ ഇലക്ട്രോണിക്സ് ആണ്. ഇതിൽ നമുക്ക് റെക്ടിഫയേഴ്സ്, കൺവേർട്ടേഴ്സ്, ഇൻവേർട്ടേഴ്സ് എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അത് കൂടാണ്ട് വരുന്ന രണ്ട് സബ് സബ്ജക്റ്റുകളാണ് മൈക്രോ കൺട്രോളറും അതുപോലെ മൈക്രോ പ്രോസസറും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സിലബസിൽ പറയുന്നത്. ഇത് ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പൊ ഡീറ്റെയിൽഡ് PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വർഷം കൂടി വിളിക്കുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഒരു 10 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ട്, ഒത്തിരി പേര് ഇത് എഴുതാനുണ്ട്. അപ്പൊ നമുക്കൊരു സാധാ ലെവൽ പ്രിപ്പറേഷൻ പോരാ, കുറച്ച് സ്മാർട്ട് ആയിട്ടുള്ള പ്രിപ്പറേഷൻ വേണം. പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഒരുപാട് നാളുകൾക്ക് മുമ്പ് പഠിച്ചിറങ്ങിയവരും സബ്ജക്റ്റ് ആയിട്ട് ഒരു ടച്ചും ഇല്ലാത്തവരും. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് റീസെന്റ് പഠിച്ചിറങ്ങിയവരും സബ്ജക്റ്റുകളായിട്ട് ടച്ച് വരുന്നവരും അല്ലെങ്കിൽ എന്തെങ്കിലും കോച്ചിങ്ങോ സെൽഫ് പ്രിപ്പറേഷനോ നടത്തുന്നവരുമാണ്. സബ്ജക്റ്റുമായിട്ട് ഒരു അടുപ്പോ ഇല്ല, ഒത്തിരി നാളായി പഠിച്ചിട്ടെന്നുള്ളവർക്ക് ആദ്യം വേണ്ടത് ഒരു ബേസിക് ഐഡിയ ആണ്. അപ്പൊ ബേസിക് ഐഡിയയ്ക്ക് എപ്പോഴും ബേസിക് സബ്ജക്റ്റുകളിൽ നിന്ന് നമ്മൾ പഠനം ആരംഭിക്കണം. അതിനാണ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് എടുക്കുക. അപ്പൊ നമുക്ക് DC സർക്യൂട്ടിനെ പറ്റിയും അതുപോലെ ഇലക്ട്രിക്കലിൽ വരുന്ന കുറെ ടേമുകളെ പറ്റിയും ഒരു ഐഡിയ കിട്ടും. DC സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ AC സർക്യൂട്ടിലോട്ട് പോകാൻ പോകുള്ളൂ. ഈ ഒരു ബേസിക് കൺസെപ്റ്റ് കിട്ടിയതിനു ശേഷം നിങ്ങൾ മെഷീൻസ് പോലുള്ള സബ്ജക്റ്റുകൾ ഓപ്റ്റ് ചെയ്യുക. ഈ സിലബസ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതും ആ ഒരു ഓർഡറിൽ തന്നെയാണ്. ആദ്യം ബേസിക് വരുന്ന കാര്യങ്ങൾ, പിന്നെ ആ ഒരു ബേസിക് ഐഡിയ കിട്ടിയതിനു ശേഷം നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള ഓർഡറിലാണ് സബ്ജക്റ്റുകൾ തന്നിട്ടുള്ളത്. ആ ഓർഡർ തന്നെ ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് സ്റ്റഡി പ്ലാൻ ആയിട്ട് എടുക്കാം. ഇനി ബേസിക് ഐഡിയ കിട്ടിയതിനു ശേഷം ഇവർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിച്ച ലെവല് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഞാൻ കവർ ചെയ്ത സബ്ജക്റ്റുകളിൽ ഇനി പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയയും അതിലൂടെ ലഭിക്കും. ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പാരലലി ഇത് രണ്ടും കൊണ്ടുപോകേണ്ടി വരും. പുതിയ സബ്ജക്ട് പഠിക്കുക, അതിന്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മളൊരു 100 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 30% ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് റിവിഷൻ ആണ്. ഈ പഠിച്ച കാര്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും വീണ്ടും വീണ്ടും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. പുതിയ പുതിയ ടോപ്പിക്കുകൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ പഠിച്ചു പോയ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യുക. ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവരും ഞാൻ വിചാരിച്ച ഈ KCB സബ് എഞ്ചിനീയർ എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവരും ഈ 3 കാര്യങ്ങളും ഒന്ന് ഫോളോ ചെയ്യുക. ആദ്യം നമ്മളിൽ തന്നെ നമുക്കൊരു വിശ്വാസം വരണം, എന്നെ കൊണ്ട് പറ്റുമെന്നുള്ളൊരു വിശ്വാസം. ഇത് സെക്കൻഡ് കാറ്റഗറി ആളുകളുടെ ഒരു സ്റ്റഡി പ്ലാൻ നോക്കുമ്പോൾ അവർക്ക് ഓൾറെഡി ബേസിക് ആയിട്ടുള്ള സബ്ജക്ട് ഐഡിയാസ് ഉണ്ട്. അവർ റീസെന്റ് ആയിട്ട് പഠിച്ചിറങ്ങിയവരോ അല്ലെങ്കിൽ ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവരോ ആണ്. അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അവരുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് തന്നെയാണ്. എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക. പുതുതായിട്ട് കിട്ടുന്ന ടോപ്പിക്കുകളെ പറ്റി അഡീഷണൽ നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക. അവർക്കപ്പോൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒത്തിരി വർക്ക്ഔട്ട് ചെയ്യാം. കാരണം ഓൾറെഡി സബ്ജക്ട് നോളജ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ മാർക്ക് സ്കോർ ചെയ്തത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. പഠിക്കുന്ന ടോപ്പിക്കുകളെല്ലാം നന്നായിട്ട് റിവൈസ് ചെയ്യാം. കൂടാണ്ട് വീണ്ടും വീണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക. അത് പല ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. ഈസി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറും മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറും ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറും. ഈ ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗേറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി എടുക്കാവുന്നതാണ്. പിന്നെ ഈ KCB സബ് എഞ്ചിനീയർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മറ്റു ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്താം. എല്ലാവരും വീട്ടിൽ പോയി പഠിക്കണമെന്നൊന്നുമില്ല, ഓൺലൈൻ കമ്പൈൻ സ്റ്റഡിയും പോസിബിൾ ആണ്. ഇതൊക്കെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റഡി പ്ലാൻ. അപ്പൊ നന്നായിട്ട് പഠിക്കുക, നല്ലൊരു കോൺഫിഡൻസോടുകൂടി പഠിക്കുക, പഠിച്ചതെല്ലാം നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക. ഈ സബ്ജക്റ്റുകളൊക്കെ പഠിക്കാൻ വേണ്ട ടെക്സ്റ്റ് ബുക്കുകളെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. KCB സബ് എഞ്ചിനീയറിന്റെ പുതിയ ബാച്ച് നമ്മൾ GM അക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആഴ്ചയിൽ നമുക്ക് 3 ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക. കൂടാണ്ട് നമ്മൾ ജോയിൻ ചെയ്യുന്ന ടൈമിൽ തന്നെ 180+ റെക്കോർഡഡ് സെഷൻസും അതിന്റെ PDF നോട്ട്സും ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. കൂടാണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള മോക്ക് ടെസ്റ്റും നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. KCB സബ് എഞ്ചിനീയർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.